സി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ഞാൻ നിങ്ങളടുത്ത് പറയട്ടെ. ഇന്ത്യൻ ആംഡ് ഫോഴ്സസിനകത്ത് കണക്കുകൾ പറയുന്നതിനനുസരിച്ചിട്ട് തൗസൻഡ്സ് ഓഫ് ഓഫീസേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. വി ആർ ലാക്കിംഗ് തൗസൻഡ്സ് ഓഫ് ഓഫീസേഴ്സ്. അത്രത്തോളം വേക്കൻസീസ് നമുക്കുണ്ട്. പക്ഷെ ഒരിക്കലും ഇത്രയും വേക്കൻസീസ് നമ്മൾ ആംഡ് ഫോഴ്സസ് പെട്ടെന്നെടുത്ത് റിപ്പോർട്ട് ചെയ്യത്തില്ല. കണ്ടവരെല്ലാവരെയും പിടിച്ച് സെലക്ട് ചെയ്ത് അങ്ങനെ നമുക്ക് ഓഫീസറാക്കി എടുക്കാനും പറ്റത്തില്ല. അതിന് നമ്മുടെ സിസ്റ്റം, നമ്മുടെ ആംഡ് ഫോഴ്സസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു സ്കെൽട്ടൺ ഉണ്ട്, ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ട്. അതിനകത്ത് അഫ്കോഴ്സ് ഒരു മേജർ റോള് വഹിക്കുന്ന ഒരു ഘടകമാണ് സർവീസസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ SSB ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അഫ്കോഴ്സ് നിങ്ങൾ അക്കാഡമിക്കലി എത്രത്തോളം ബ്രില്യൻ്റ് ആണ് എന്ന് പറഞ്ഞിരുന്നാലും ഈ സർവീസസ് സെലക്ഷൻ ബോർഡ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ലൈക്ക് ഇപ്പോൾ നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ റിട്ടൺ എക്സാമിനേഷന് നല്ല മാർക്ക് വാങ്ങിയിട്ടായിരിക്കും സർവീസസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂവിന് വരുന്നത്. +2 കഴിയുമ്പോഴാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിലും അക്കാഡമിക്കലി എത്രത്തോളം ബ്രില്യൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നാലും അതിനേക്കാളെല്ലാം ഉപരി ഈ SSB ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഓഫീസറായിട്ട് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബിക്കോസ് ദേ ആർ ആക്ച്വലി ലുക്കിംഗ് ഫോർ ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ്, ലൈക്ക് OLQ എന്ന് പറയും. ഓക്കെ, അതാണ് വേണ്ടത്. അപ്പോൾ OLQ എന്താണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് വരുന്ന അപ്കമിങ് വീഡിയോസിനകത്ത് ഡെഫിനറ്റ് ആയിട്ടും സംസാരിക്കാം. അറ്റ് ദ സെയിം ടൈം SSB ഇൻ്റർവ്യൂ ഓൾറെഡി അറ്റൻഡ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിനകത്ത് നിർബന്ധമായിട്ടും ഷെയർ ചെയ്യാം കേട്ടോ. SSB ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ഒരു ഇൻ്റർവ്യൂ അല്ല. ഇറ്റ്സ് എ 5-day ഇൻ്റർവ്യൂ പ്രോസസ്സ്. അതിനകത്ത് തന്നെ ആദ്യത്തെ ഡേ എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ഡേ ആണ്. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഈ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഒരു മിനിമം എലിജിബിലിറ്റി എങ്കിലും ഉള്ള ആൾക്കാരാണോ അവരുടെ പേഴ്സണാലിറ്റി വെച്ച് എന്നൊക്കെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ഡേ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും നടക്കും. ഈ സ്ക്രീനിങ്ങിൽ പാസ്സാകുന്ന ആൾക്കാർ മാത്രമേ നെക്സ്റ്റ് 5-day ഇൻ്റർവ്യൂ പ്രോസസ്സിനകത്തോട്ട് പോകത്തുള്ളൂ. ഇല്ലാത്ത ആൾക്കാർക്ക് അന്ന് തന്നെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് തിരിച്ചിങ്ങ് പോരാ. ഓക്കെ, അപ്പോൾ സ്ക്രീനിങ് ഭയങ്കര ടഫാണ്. ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് 100 ആൾക്കാരാണ് ഉള്ളത് റിപ്പോർട്ടിങ്ങിന്. അതിനകത്ത് ഏകദേശം ഒരു 70% ആൾക്കാർ സ്ക്രീനിങ്ങിനകത്ത് ഔട്ടാവും. സോ 30 ആൾക്കാരായിരിക്കും 100-ൽ ചിലപ്പോൾ അടുത്ത 5-day ഇൻ്റർവ്യൂ പ്രോസസ്സിലോട്ട് പോകുന്നത്. സോ ഇറ്റ് മീൻസ് സെലക്ഷൻ പ്രോസസ് ഈസ് ദാറ്റ് ഡിഫിക്കൽട്ട്. അത്രത്തോളം ടൈറ്റായിട്ടായിരിക്കും അവർ സ്ക്രൂട്ടൻ ചെയ്യുന്നത്. അപ്പോൾ സ്ക്രീനിങ്ങിനകത്ത് എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്കമിങ് വീഡിയോസിനകത്ത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ വൺസ് നിങ്ങൾ സ്ക്രീൻ ഇന്നായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് 4 days അല്ലെങ്കിൽ 5 days അവിടെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണം. സോ ആ 5 days കൊണ്ട് ഒത്തിരി ടെസ്റ്റുകൾ അവിടെ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും 3 ലെവൽ ഓഫ് ടെസ്റ്റുകളാണ് നടക്കുന്നത്. സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്, ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, ദെൻ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. ബേസിക്കലി ഈ 3 ഏരിയാസ് കൂടെ വെച്ചിട്ട് അവർ നിങ്ങളുടെ ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് നിങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. സോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരാൾ, കറക്റ്റ് ഓഫീസറിലേക്ക് ക്വാളിറ്റി ഉള്ള ഒരാൾ, അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. SSB ഇൻ്റർവ്യൂ പാസ്സായാലും പിന്നീട് അതിനുശേഷം ഫർദർ മെഡിക്കൽ എക്സാമിനേഷൻസ് ഉണ്ട്, ദെൻ മെറിറ്റ് ലിസ്റ്റ് വരാനുണ്ട്. സോ ഇത് രണ്ടും കൂടെ പാസ്സായതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഓഫീസറായിട്ട് സർവീസിലോട്ട് കയറുവാനായിട്ട് പറ്റത്തുള്ളൂ. സോ പറഞ്ഞു വരുന്നത് ഇതാണ്. സോ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, എന്താണ് SSB ഇൻ്റർവ്യൂ, എങ്ങനെ നമുക്കിത് ക്രാക്ക് ചെയ്യാം, എന്തൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ അറിയാനൊരു ആകാംക്ഷയുണ്ട്. ഓഫ്കോഴ്സ് അങ്ങനെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മിഡിൽ ക്ലാസ് വോയിസ് എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക. തുടർന്ന് നമ്മൾ മുമ്പിലോട്ടുള്ള വീഡിയോസിനകത്തൊക്കെ ഇതിനെ പറ്റിയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അഫ്കോഴ്സ് ഇതിനകത്തുള്ള ഓരോ ഡേ SSB ഇൻ്റർവ്യൂവിനകത്തുള്ള ഓരോ ഡേയ്സിനെ പറ്റിയും നമുക്ക് സംസാരിക്കാനുണ്ട്. നമുക്ക് ആദ്യത്തെ ദിവസം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് വെച്ചാൽ കമൻസിലൂടെ അറിയിക്കുക. സീ യു ഗൈസ്, ബൈ ബൈ.